ഇനി കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്ത പിന്നെ ഇതിനെ ഞങ്ങൾ ഇതിൻ്റെ സെൻറ്റർ അല്ലേ, ഇത് നെക്ക് സെൻറ്റർ. ഈ നെക്ക് സെൻറ്ററിലേക്ക് ഇതിൻ്റെ ഈ റൗണ്ട് സെൻറ്ററിന് അല്ല വെക്കേണ്ടത്. ഞങ്ങൾ വെക്കേണ്ടത് ഇവിടെ ഉണ്ടല്ലേ, ഇതിൻ്റെ ഈ മടക്കുള്ള ഭാഗം ഉണ്ടല്ലേ, ഈ മടക്കുള്ള ഭാഗത്തിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തിലേക്ക് ഞങ്ങൾ ഈ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലച്ച് കൊടുത്തിട്ട് ഇതൊക്കെ പറയുന്നത്, ഇതിനെ കൊടുക്കുന്നത് കട്ട്സ് എന്ന്. കട്ട്സ് പറഞ്ഞാൽ കട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഇതുപോലെ ഇങ്ങനെ വെക്കണം. കണ്ടോ, ഈ സെൻറ്റർ ഭാഗത്തിലേക്ക് ഇവിടെ വെച്ച് ഒരു പിന്നിട്ടിട്ട് വെക്കണം. ഒരു പിന്നിട്ടിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് എല്ലാ ഭാഗത്തിലേക്കും ഇങ്ങനെ പിന്നിട്ടുകൊണ്ട് വരണം. വീഡിയോ ലെങ്ത്ത് കൂടും, അപ്പോൾ MB കുറേ പോവില്ലേ. അതുകൊണ്ടിട്ട് ഞാൻ വീഡിയോ കുറച്ച് ഷോർട്ടാവാൻ വേണ്ടി പൗസ് ചെയ്യും. ഈ പിൻസ് എല്ലാം ഇടുന്നത് കാണിച്ചാൽ വീഡിയോ ലെങ്ത്ത് കൂടുമല്ലേ, എല്ലാവർക്കും പ്രശ്നമല്ലേ, MB കുറേ പോവും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇത് ലെങ്ത്തായി, കുറേ ലെങ്ത്തായി. ഇത് കെട്ടാൻ കുറേ ലെങ്ത്ത് ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കാം, ഞാൻ ഇങ്ങനെ കാണിക്കാം. ഇപ്പോൾ ബിബായി ഇത് ഫുള്ള് ലെങ്ത്ത് ഉണ്ട്. ഇതേ ലെങ്ത്തിൽ നിങ്ങൾക്ക് നെക്കിലേക്കും പീസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യണം. ഞങ്ങൾക്ക് എത്ര വേണോ അത്ര നീളം വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാം ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മതിയാവും. ഇതിനെ കട്ട് ചെയ്ത് ഈ എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് ഞങ്ങൾ നെക്കിലേക്ക് ആഡ് ചെയ്യാം. ഇത് കഴുത്തിൻ്റെ റൗണ്ടാണ്. ഈ റൗണ്ടിലേക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ ഈ 2 പീസ് പിന്നെ ജോയിൻറ്റ് ചെയ്ത് നിങ്ങൾ ആഡ് ചെയ്യണം. അത് ലെങ്ത്ത് മതിയാവില്ല, ഇതിൻ്റെ നീളം മതിയാവില്ല. ഞാനത് ജോയിൻറ്റ് ചെയ്യാം. ഇനി ഞങ്ങൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ നെക്കിൻ്റെ ഭാഗത്തിലേക്ക് വെച്ചു. ഇത് എക്സ്ട്രാ കൊടുക്കാനില്ല, ഇതുപോലെ തന്നെ ചെയ്യണം. ഇതിൽ എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് കൊടുത്തുകൊണ്ട് വരണം. നിങ്ങൾ ഈ റൗണ്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തല്ലേ, അതിനെ ഇങ്ങനെ ഇതുപോലെ കട്ട് കൊടുത്തു വന്നാൽ നീറ്റായിട്ട് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം, മടക്കിയിട്ട് തുന്നാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കാണിക്കാം, മടക്കിയിട്ട് തുന്നുന്നത് കാണിക്കാം. ഇതിനെ ഇതുപോലെ മടക്കിയിട്ട് തുന്നണം.
നിങ്ങൾ വീഡിയോ പോസാക്കി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. എല്ലാം സ്ലോ ആയിട്ട് നിങ്ങൾ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് കുറച്ച് പോസാക്കണം, പിന്നെ അതിൻ്റെ കാര്യം ചെയ്ത് പഠിക്കാം. നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ വീഡിയോ നോക്കി പഠിക്കുമ്പോൾ അതിനെ പോസാക്കി പഠിച്ചാൽ ക്ലിയറായിട്ട് നിങ്ങളുടെ സ്റ്റിച്ചിങ് നീറ്റായിട്ട് കിട്ടും. പിന്നെ സ്ലോ ആയിട്ട് അടിച്ചാൽ മതി. എനിക്ക് സ്പീഡായിട്ട് അടിക്കാം, പക്ഷേ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് അടിക്കണമല്ലേ, അതുകൊണ്ട് സ്ലോ ആയിട്ട് കാണിച്ചു തരും. ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള പീസിനെ കട്ട് ചെയ്യണം ഇതുപോലെ. അപ്പോൾ ഇവിടെയുള്ള ഇങ്ങനെ നൂലുണ്ടാവാൻ പാടില്ല, കട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് കിട്ടി. ഈ നെക്ക് ബിബിൻ്റെ ഈ ഫിനിഷിങ് കിട്ടി. ഇതിൻ്റെ സൈഡിലേക്ക് വന്ന് നോക്കാം. സൈഡിലേക്ക് സ്റ്റിച്ച് വരണം, ഇതുപോലെ വെച്ചോ. ഇനി നിങ്ങൾ ഈ ബീഡ്സ് ഇട്ട പീസ് ഉണ്ടല്ലേ, ഇതിനെയും അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. അത് ഒരു കാര്യം മറന്നു പറയാം. നിങ്ങളുണ്ടല്ലേ, ഈ സ്റ്റിച്ചിന് ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം. ഈ സ്റ്റിച്ചിന് 1/4 ഇഞ്ചിലേക്ക്, നിങ്ങൾ 1/4 ഇഞ്ച് പറഞ്ഞാൽ അരിയല്ലേ, മുന്നേ കാണിച്ചല്ലേ, ഈ ഒന്നിൻ്റെ ഈ പകുതി ഇത്രയാണ്, 2 ലൈനാണ് 1/4 ഇഞ്ച്. ഇത്രയൊക്കെ ഫുള്ളായിട്ട് ലൈൻ ഇട്ടുകൊണ്ട് വരണം. ലൈൻ ഇട്ടുകൊണ്ട് റൗണ്ടിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. കാണുമോ? ക്ലിയറായിട്ട് കാണും നിങ്ങൾക്ക്.